അപ്പോൾ നമ്മൾ പോസ് പോസ് ഓൾറെഡി പഠിച്ചു. പോസിൻ്റെ 3 വേരിയബിൾ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി സോപ്പിൻ്റെ 3 വേരിയബിൾ എങ്ങനെയാണ് കാമാപ്പിൽ സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി സി. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. ഇതേ എക്സ്പ്രഷൻ തന്നെ എനിക്ക് ഈ രീതിയിലും എഴുതാം. സിഗ്മ ഓഫ് മിൻ ടേം ഓഫ് 0, 1, 2, 3, 7. അപ്പോൾ നമ്മൾ 2 വേരിയബിൾ കാമാപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു. സോപ്പിൻ്റെ അകത്ത് 0 ആണ് എ കോംപ്ലിമെൻറ്റ്, 1 ആണ് എ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ നമ്പറിങ് ചെയ്തതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ് നോക്കിയപ്പോൾ നോക്കി 0, 0, 0, 1, 1, 0, 1, 1. ബിക്കോസ് ഒരൊറ്റ ബിറ്റ് മാത്രമേ മാറാൻ പാടുള്ളൂ, ഗ്രേ കോഡ് എന്നുള്ള രീതിയിലേക്ക് പോകും. ഇനി നമ്മൾ 1 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ മാർക്ക് ചെയ്യാൻ പോകണേ 0, 1, 2, 3, 7 എന്നുള്ളിടത്തൊക്കെ മാർക്ക് ചെയ്യണം. ഇതേ സാധനം വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിലും എനിക്ക് എക്സാക്റ്റ് റിസൾട്ട് തന്നെയാണ് കിട്ടുക. കാരണം ഇങ്ങനെ നീട്ടി എഴുതിയതിനെ ഈ രീതിയിലും എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 0 ഉള്ളിടത്ത് ഞാൻ 1 മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് 0, അതുകൊണ്ട് ഞാനിവിടെ 1 മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത 1 ഇവിടെയാണ്, ഞാൻ അവിടെ 1 മാർക്ക് ചെയ്തു. 2 ഇവിടെയാണ്, ഞാൻ 1 മാർക്ക് ചെയ്തു. 3 ഇവിടെയാണ്, ഞാൻ 1 മാർക്ക് ചെയ്തു. 7 ഇവിടെയാണ്, 1 മാർക്ക് ചെയ്തു. ഞാൻ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപയോഗിച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തതെങ്കിൽ, അതായത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി എന്നത് നോക്കിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തതെങ്കിലും എനിക്ക് എക്സാക്റ്റ് ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കിത് ഗ്രൂപ്പ് ചെയ്യണം. 8 എണ്ണം ഉണ്ടോ? 8 എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അതാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 8 എണ്ണം ഇല്ല. അപ്പോൾ എഗെയിൻ ഞാൻ 4 എണ്ണം ഉണ്ടോ നോക്കി. 4 എണ്ണം ഉണ്ടോ? 4 എണ്ണം ഉണ്ട് അല്ലേ. ഇതൊരു ഗ്രൂപ്പാക്കി എനിക്ക് എടുക്കാം. 4 എണ്ണം ഉണ്ടപ്പോൾ ഞാൻ നോക്കുകയാണ്. ഇതിൽ ഇങ്ങോട്ട് സൈഡിലേക്ക് നോക്കി കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? ഈ 4 ഒന്നിനും കോമൺ അല്ലേ എ കോംപ്ലിമെൻറ്റ് ആണ്. അതുകൊണ്ട് ഞാനിവിടെ എന്തെടുത്തു? എ കോംപ്ലിമെൻറ്റ് എന്നെടുത്തു. ശരി, മുകളിൽ ഏതെങ്കിലും കോമൺ വരുമോ? ഇല്ല. 0, 0, 0, 1, 1, 0, 1, 1 മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഇനി എനിക്കൊന്നും എടുക്കാനില്ല. ശരി, അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ ചെയ്യാൻ? അത് ഇനി ഒരു 1 കിടക്കുന്നുണ്ടല്ലേ. ആ 1നെ ഞാൻ ഗ്രൂപ്പ് ആക്കിയിട്ടില്ല. ആ 1നെ ഗ്രൂപ്പ് ആക്കണം. അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒന്നുണ്ടോ? ഇവിടെ ഒരു 1 കിടക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി. ഇതിനെ സിംഗിളായിട്ട് ഒരിക്കലും ഗ്രൂപ്പാക്കാൻ പാടില്ല. കാരണം അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരാളുണ്ട്. അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾ വേറൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോഴും മാക്സിമം വെച്ചിട്ടായിരിക്കണം ഗ്രൂപ്പാക്കാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഒന്ന് എ കോംപ്ലിമെൻറ്റും ഒന്ന് എയും ആണ്, എടുക്കാൻ പറ്റില്ല. മുകളിൽ കോമൺ അല്ലേ ബി സി. അതുകൊണ്ട് എനിക്ക് ആരെ എടുക്കാം? ബി സിനെ എടുക്കാം. ഇതാണ് എന്ത്, എൻ്റെ 3 വേരിയബിൾ സോപ്പിൻ്റെ റിസൾട്ട്. ഇനി ഇത് അടുത്തൊന്ന് നോക്കുക. എന്താ ഉള്ളത്? 0 to 4, 6 എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 0 to 4, 6 അത് തന്നെ ഞാൻ എക്സ്പ്രഷൻ ആക്കിയിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 0-ൽ 1നെ മാർക്ക് ചെയ്യണം, 2-ൽ 1നെ മാർക്ക് ചെയ്യണം, 4-ൽ 1നെ മാർക്ക് ചെയ്യണം, 6-ൽ 1നെ മാർക്ക് ചെയ്യണം. ഞാൻ മാർക്ക് ചെയ്തു. 8 എണ്ണം എടുക്കാനുണ്ടോ? ഇല്ല. 4 എണ്ണം എടുക്കാനുണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറയാൻ വരട്ടെ, 4 എണ്ണം എടുക്കാനുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ 2 വേരിയബിൾ പറഞ്ഞ സമയത്ത് നമ്മൾ 3 വേരിയബിൾ പോസിൻ്റെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയുള്ള ആളെയും ഇവിടെയുള്ള ആളെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അഡ്ജസൻ്റ് ആയിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളും അഡ്ജസൻ്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെ നമ്മളൊന്ന് മുറിച്ച് നമ്മൾ റൗണ്ടാക്കി പിടിക്കുകയാണെങ്കിൽ ഇതും അഡ്ജസൻ്റ് ആയിട്ട് വരത്തില്ലേ? വരും. അതുകൊണ്ട് ഇത് 4 ആൾക്കാരുള്ളൊരു ഗ്രൂപ്പാണ് നമ്മളാക്കേണ്ടത്. സോ 4 ആൾക്കാരുള്ളൊരു ഗ്രൂപ്പാക്കി ഞാൻ മാറ്റി. അപ്പം നോക്കിക്കേ, ഇവിടെ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. ഈ മുകളിലത്തെ ഈ 2 ഒന്നിനും എ കോംപ്ലിമെൻ്റ് ആണ്, പക്ഷെ താഴെയുള്ള 2 ഒന്നിനും എ ആണ്. അപ്പോൾ ഈ സൈഡ് എടുക്കാൻ പറ്റില്ല. ഞാൻ മുകളിൽ നോക്കി. മുകളിൽ എന്താ ഉള്ളത്? ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻ്റ് ആണ് ഇവർക്കുള്ളത്. ഇവർക്ക് ബി സി കോംപ്ലിമെൻ്റ് ആണ് ഉള്ളത്. ബി കോംപ്ലിമെൻ്റ് ആണ്, ഇവിടെ ബി ആണ്. സോ ബി എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെയും സി കോംപ്ലിമെൻ്റ് ആണ്, ഇവിടെയും സി കോംപ്ലിമെൻ്റ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണ്? സി കോംപ്ലിമെൻ്റ്. നോക്കിക്കേ, ഇത്രയും വലിയ എക്സ്പ്രഷൻ ആയിരുന്നു. അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സി കോംപ്ലിമെൻ്റ് എന്ന് കിട്ടി. ഇതാണ് 3 വേരിയബിൾ സോപ്പിൻ്റെ എക്സാമ്പിൾ.